ഡിസംബർ 30 തിങ്കളാഴ്ച. ലൂക്ക 2:36 മുതൽ 40 വരെ വാക്യങ്ങൾ. അന്ന പ്രവാചകിയുടെ കഥയാണ് ഇന്നത്തെ സുവിശേഷം. അന്ന ഒരു വൃദ്ധയായിരുന്നു, 84 വയസ്സുള്ള വിധവ. തൻ്റെ സമയം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി അവർ നീക്കിവെച്ചതായി ഇന്നത്തെ സുവിശേഷ വായന നമ്മളോട് പറയുന്നു. മിശിഹായായ യേശുവിൻ്റെ ജനനത്തിലൂടെ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന തൻ്റെ വാഗ്ദത്തം ദൈവം എങ്ങനെ നിറവേറ്റിയെന്ന് കാണാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. അവർ ദൈവത്തോട് വളരെ നന്ദിയുള്ളവളായിരുന്നു. കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവരോടും ആ കുഞ്ഞ് യേശുവിനെക്കുറിച്ച് അവൾ സാക്ഷ്യപ്പെടുത്തി. അവൾ ഒരു വിധവയാണ് എന്നതിനർത്ഥം യഹൂദ സമൂഹത്തിൽ അവൾക്ക് താഴ്ന്ന ഒരു പദവിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവളെ ഒരിക്കലും വിശുദ്ധയും മറ്റുള്ളവർക്ക് സാക്ഷിയും ആയതിൽ തടസ്സം വന്നില്ല. തീർച്ചയായും അന്ന ഒരു ദൈവത്തിൻ്റെ മകൾ തന്നെയായിരുന്നു. ജനങ്ങളെല്ലാം കാത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ വരവിനെക്കുറിച്ച് അവൾ പ്രവചിക്കാൻ തുടങ്ങിയതുകൊണ്ടായിരിക്കണം അവൾക്ക് ദൂരക്കാഴ്ചയുടെ വരം ഉണ്ടായിരുന്നത്. വരാനിരിക്കുന്നവരെയും വീണ്ടെടുക്കപ്പെട്ടവരെയും ഓർത്ത് അവൾ നന്ദി പറഞ്ഞു. ആളുകൾ അവളെ വിശ്വസിച്ചോ ഇല്ലയോ എന്ന സുവിശേഷം പറയുന്നില്ല. അന്നയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ അവൾക്കായി ദുഃഖിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുകയോ നിരാശയിൽ ജീവിക്കുകയോ ചെയ്തില്ല. പകരം അവൾ തൻ്റെ ശേഷിച്ച വർഷങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചിലവഴിച്ചു. ഒരു വലിയ നഷ്ടത്തിന് ശേഷം ജീവിതമുണ്ടെന്നും ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും കൈവിടില്ലെന്നും ഈ സ്ത്രീയിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം. ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിൽ പോലും നന്ദി പറയാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? ഉപവാസവും പ്രാർത്ഥനയെല്ലാം ദൈവത്തെക്കുറിച്ചാണ്, അല്ലാതെ നമ്മെക്കുറിച്ചല്ല. നമ്മുടെ സാമൂഹിക നില ഒട്ടും പ്രശ്നമല്ല. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വേണ്ടി സമർപ്പിക്കണം. അന്നയെപ്പോലെ നന്ദിയും സാക്ഷ്യവും നമ്മുടെ അസ്തിത്വത്തിൻ്റെ മുഖമുദ്രയായിരിക്കണം. ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവസ്നേഹം അനുഭവിച്ചറിയുന്ന നമുക്ക് അവൻ്റെ വീണ്ടെടുപ്പ് ശക്തി മറ്റുള്ളവരോട് സന്തോഷത്തോടെ പ്രഖ്യാപിക്കാൻ ഇന്നത്തെ ഈ ദിവസം ഒരു കാരണമാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.